കഴിഞ്ഞ ഒരു 4 വർഷമായി ഞാൻ ഹൈഡ്രോപോണിക് ഫാം ചെയ്തു വരുന്നു. MBA കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതേപോലെ മാർക്കറ്റിംഗിൽ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതുവരെ അഗ്രികൾച്ചർ ചെയ്തിട്ടുള്ള ഒരാളല്ല. നമ്മൾ തുടങ്ങി അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ കർഷകശ്രീയുടെ ഒരു ആർട്ടിക്കിൾ വന്നത്. അപ്പോൾ അതിനുശേഷം കുറെ അധികം എൻക്വയറീസ് വന്നിട്ടുണ്ട്. അത് ത്രൂ എനിക്ക് ഓർഡേഴ്സ് അതേപോലെ മാർക്കറ്റിംഗിൽ വലിയൊരു ട്രബിൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം വളരെ നല്ല രീതിയിൽ നമുക്ക് കുക്കുംബർ സെയിലായാലും ലീവ്സ് ആണെങ്കിലും എക്സോട്ടിക് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതേപോലെ ഈ മാർക്കറ്റിംഗിനെ പറ്റി ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചെയ്യും, അല്ലെ ഹൈഡ്രോപോണിക്സ് എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതേപോലെ നമുക്കിപ്പോൾ ഒരു ഹൈടെക് ഫാർമിംഗ് അല്ലെ സ്മാർട്ട് ഫാർമിംഗ് ചെയ്യുന്ന ഒരു ഫാമിൽ പോയി വിസിറ്റ് ചെയ്താൽ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. എന്നെ പോലുള്ള പുതിയ ചെറുപ്പക്കാരോട്, അതായത് ഹൈടെക് ഫാർമിംഗ്, ഹൈഡ്രോപോണിക്സ് അല്ലെ സ്മാർട്ട് ഫാർമിംഗ് ഇങ്ങനെയുള്ള പുതിയ തരം കൃഷിയിലേക്ക് വരുന്നവരോട് ഞാൻ പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ മാഗസിൻസ്, അതായത് കർഷകശ്രീ പോലുള്ള മാഗസിൻസ് ഒക്കെ വായിക്കുക, കൂടുതൽ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് എടുക്കുക, ഫാർമേഴ്സിനെ മീറ്റ് ചെയ്യുക. നമുക്കൊരു മാർക്കറ്റിംഗ് തന്നെ അതിൽ നിന്ന് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. കർഷകശ്രീയിൽ ഓരോ പേജിലും ഓരോ സാധ്യത. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.